ഹലോ എവരിവൺ, ഞങ്ങളിത് മസ്കറ്റിലേക്ക് പോവുകയെന്ന്. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തുള്ള പാക്കിങ്ങും ബാക്കി പരിപാടികളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാനൊന്നും ശ്രമിക്കണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇത് ഏകദേശം എല്ലാം പാക്ക് ചെയ്യാനാണ് പോകുന്നത്. ഇതാണ് റിയൻ്റെ ട്രോളി ബാഗ്. റിയ അന്നേ പോകുമ്പോഴേ പറഞ്ഞിട്ടുള്ളതൊക്കെ ഒരു ട്രോളി ബാഗ് വേണമെന്ന്. അങ്ങനെ ഇത് ഓൾ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിന്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അത്യാവശ്യം നല്ല വണ്ണല്ലേ, ഇത് മീഡിയം സൈസാണിത്. ഞാൻ പിന്നെ ഇതാ ഇവിടുന്ന് ടൗണിൽ പോയപ്പോൾ വാങ്ങിയതായിരുന്നു. ഇത് സഫാരിൻ്റെ ബ്രാൻഡാണ്. ഞാനും ഇത് മീഡിയം തന്നെ രണ്ടും വാങ്ങിയിട്ടുണ്ടായത്. ഇതിൽ റീൻ്റെ എല്ലാം ഏകദേശം വെക്കാൻ കഴിയുന്ന വിചാരിക്കുന്നത്. കുറച്ച് നല്ല സ്പേസ് ഉള്ള പോലെ തോന്നിന്. മീഡിയം വാങ്ങിയാലും കുറച്ച് നല്ല സ്പേസ് ഉണ്ടായിന്. അതുകൊണ്ട് എല്ലാം കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഓൾ ഒരിക്കൽ എല്ലാ ഡ്രസ്സും ഒരിക്കൽ എടുത്ത് വെച്ചതാണ്. ഞാനെല്ലാം ആദ്യം മുതൽ എനിക്ക് എല്ലാം വലിച്ചിട്ടിട്ടുണ്ട്. റിയനെ ഇത് എത്തോട്ടോ ഡ്രസ്സിന് എടുത്ത് വെക്കലായിന്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ണുണ്ട്. എൻ്റെത് ഞാൻ ആദ്യം ഓൺലൈനിൽ നിന്ന് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇത് കണ്ണൂർ പോയപ്പോൾ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഓൺലൈനിലാകുമ്പോൾ വാറൻറ്റി കാർഡൊന്നും കിട്ടൂല. അതുകൊണ്ട് ഇത് നല്ല ഓഫർ കണ്ടുകൊണ്ടാണ് വാങ്ങിയത്. നല്ല സ്പേസ് ഉണ്ട് ഇതും അതുപോലെ തന്നെ. ഏകദേശം എല്ലാം വെച്ച് കഴിയുമ്പോൾ ഏകദേശം തിരിയും. നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് സഫാരിൻ്റെ. അതുകൊണ്ട് ഞാൻ ഒരാളോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ സഫാരിയാണ് ഏറ്റവും നല്ലത്. അതിനേക്കാൾ കൂടുതലും എല്ലാം ഉണ്ട്. പക്ഷെ അതിനെല്ലാം നല്ല റേറ്റും വരുന്നുണ്ട്. ഇത് അത്ര റേറ്റും അങ്ങനെയില്ല, പക്ഷെ നല്ല ബ്രാൻഡുമാണ്. നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം റിയ അവിടത്തേക്ക് കൊണ്ടുപോകാൻ വെച്ചതാണ്. എല്ലാവരും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സാധനമെല്ലാം കൊണ്ടുവരാം. റിയ ഇവിടുന്ന് ഓളെ ടോയ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടതെല്ലാം എന്തായാലും കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് ഓൾ തന്നെ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചത്. ഇതെല്ലാം എടുക്കണം എന്ന് അവളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഓൾ ഇടിയില്ല. ഞാൻ ഇപ്പം ഇന്ന് അംഗനവാടിയിൽ അയച്ചിന്. ഇന്നും കൂടി പോയിക്കോട്ട് വിചാരിച്ചിട്ട് അംഗനവാടിയിൽ അയച്ചിട്ടുണ്ടായത്. അപ്പം എനിക്ക് ഏകദേശം എല്ലാം ഒരുക്കി വെക്കാനും കഴിയൂ. ഇതെല്ലാം ഓളിതാ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ വരെ വാങ്ങിയ സാധനം ഇതിലുണ്ട്. ഈ ബോക്സിൽ ഇവൾ ഇതിൻ്റെ ഇടയ്ക്ക് നെസ്റ്റ് ഒന്ന് വാങ്ങിയതാണ്. ഓളെ വിചാരം അതൊന്നും അവിടെ കിട്ടൂല എന്നാണ്. ഇതെല്ലാം എന്തായാലും പാക്ക് ചെയ്യണ പറഞ്ഞാൽ പോയിട്ടുണ്ടത്. ഏകദേശം ഇവളെല്ലാം എടുക്കാൻ നോക്കൂ, അല്ലെങ്കിൽ പിന്നെ അവിടെ എത്തിയ ചോറ തന്നെ ആയിരിക്കും. ഇതിൽ ഈ ഒരു കളർ ബുക്ക് അംഗനവാടിയിൽ നിന്ന് ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടിയതാണ്. അങ്ങനെ ഇതുമല്ല ഇതിൽ വെക്കണം. ഈ ഒരു ബാഗിൽ തന്നെ ഇതോളെ കുറച്ച് ഹാൻഡ് ബാഗ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. അതൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ട് തന്നെ ഇല്ല. ഇതെല്ലാം അവൾ പറഞ്ഞിട്ട് വെച്ചത്. ഇതും എടുക്കണോ? 2-3 ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഏകദേശം അവൾ യൂസ് ചെയ്തിന്. ഇത് നോക്കിയിട്ടേ എടുക്കൂ. പിന്നെ ഇതെല്ലാം കുറച്ച് പുതിയ തന്നെയാണ്. അതുകൊണ്ട് ഇതെല്ലാം എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു 3 കളർ തന്നെ ഉണ്ട് ഇപ്പോൾ. റെഡും ബ്ലാക്കും പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു പിങ്കും ഒരാൾ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കുറച്ചെല്ലാം ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഈ ഡ്രസ്സെല്ലാം വെക്കാനുള്ളത്. ഞാൻ റേൻ്റെ ഡ്രസ്സെല്ലാം ഇങ്ങനെ ഹാങ്ങറിലാണ് വെക്കല്. അതാകുമ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ വേഗം എടുത്തും വെക്കാം. ഇനി അവിടെ എത്തിയാൽ എന്താ അങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇതിലെല്ലാ ഡ്രസ്സൊന്നും എടുക്കുന്നില്ല, ഏകദേശം ഓരോന്നെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുതിയ ഡ്രസ്സെല്ലാം എൻ്റെ റൂമിൽ തന്നെ ഉള്ളത്. ഇതെല്ലാം ഇപ്പം പാക്ക് ചെയ്യണം. ഈ പാർട്ടി വെയർ തന്നെ എടുത്താലും ഇടുമോയെന്നൊന്നും അറിയില്ല. ഇതെല്ലാം ഒരു പ്രാവശ്യം ഇട്ടീനി. അപ്പം നോക്കിയിട്ടെല്ലാം എടുത്തു വെക്കാൻ നോക്കണം. പിന്നത്തേക്ക് എന്തായാലും ചെറുതാവും. അതുകൊണ്ട് ഡ്രസ്സെല്ലാം പരമാവധി എല്ലാം വെക്കാൻ നോക്കൂ. ടോയ്സ് ഇത് ഏകദേശം എല്ലാം ഉള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ബുഷസും എയർബൻഡും അങ്ങനത്തെ എല്ലാന്ന് ഇത് ഓരോന്നായിട്ട് ഇതെവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ പുതിയ ഡ്രസ്സാണ്. കുറേ ഇതിൽ പുതിയതുണ്ട്. ഇടാത്തതെല്ലാം ഒളിപ്പല്ലേ ബർത്ത്ഡേ കഴിഞ്ഞ്. അപ്പം അങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഇത് ഈ ട്രോളി ബാഗിൽ വെക്കണം. ഇപ്പം ഇതെല്ലാം ഇങ്ങനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. പിന്നെ ഒരു റോളാക്കിയിട്ട് വെക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് ഇതുപോലെ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് നല്ല സ്പേസും കിട്ടും. അങ്ങനെയെല്ലാം സെറ്റാക്കാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ പാർട്ടി വെയർ ഒന്നും അങ്ങനെ നടക്കുന്ന പോലെയില്ല. ഇതെല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ട് ചെറിയതെല്ലാം ഇങ്ങനെ ഇങ്ങനെ റോളായിട്ട് വെക്കുമ്പോൾ നല്ല സ്പേസും കിട്ടുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ വെക്കാവുന്ന രീതിയിലാണ് ഉള്ളത്. ഞാനും എൻ്റെ ഒരു കസിനാണ് ഇപ്പോൾ ഉള്ളത്. ഇതുപോലെ ഇതാ റോളാക്കി ഇനി ഇങ്ങനെ ഇതാ സെറ്റാക്കി വെക്കുമ്പോൾ അടുത്തടുത്ത് വെക്കുമ്പോൾ നല്ല സ്പേസ് ഉണ്ടാവും. ഇനി ഇത് ഓരോന്നും ഇങ്ങനെ ആയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ജിയോളി ബാഗിൻ്റെ ഈ ഒരു സൈഡിൽ ഫുള്ളും റേൻ്റെത് വെച്ച് കഴിഞ്ഞ് ഡ്രസ്സെല്ലാം വെച്ച് പാർട്ടി വെയറും വെച്ച്. ഇനി ഈ സൈഡിൽ ടോയ്സും പിന്നെ ഇതിൻ്റെ അടിയിൽ ജീൻസെല്ലാം വെക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. റോൾ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നല്ല സ്പേസും ഉണ്ട്. എല്ലാം വെക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബോക്സ് കൊള്ളുന്നില്ല. അതുകൊണ്ട് ഇതൊരു കിച്ചൺ സെറ്റാണ്. അതെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട്. ഇനി കൂട്ടാൻ കഴിയോ ഒന്നും അറിയില്ല. ഓൾ ഏകദേശം എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോക്സ് ഈ ബോക്സ് വെച്ചിട്ട്
അങ്ങനെ റിയൻ്റെ സെറ്റായില്ലോ. ഇതെല്ലാം ഇനി പുറത്താ ഉള്ളത്. ലോക്കുണ്ട്. ഇതെല്ലാം പുറത്താ ഉള്ളത്. ഇതെല്ലാം ഹാൻഡിൽ അങ്ങനെ വെക്കാന്ന് വിചാരിക്കുന്നത്. ഇതൊന്നും എടുക്കുന്നില്ല. അതെടുക്കുന്നുണ്ട്. ഇനി ഇത് എൻ്റെതാ വെക്കുന്നത്. റിയൻ്റെ വെച്ച പോലെ ഇത് എൻ്റെ ഇങ്ങനെ റോളാക്കിയിട്ടൊന്നും വെക്കാൻ കഴിയുന്നില്ലേനു. റിയൻ്റെ ചെറുതായതുകൊണ്ട് നല്ല സ്പേസും ഉണ്ടായിന്, വേഗം കഴിയുന്നുണ്ടായിന്. എൻ്റെത് റോളാക്കുമ്പോൾ ഇതാ ഉള്ളിലും തടി വെച്ച പോലെയാണ് തോന്നുന്നുണ്ടായത്. പിന്നെ ഇതാ പരമാവധി ഇതാ ഞാനും എൻ്റെ കസിനും കൂടിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ടായിന്. പെയർ പോലെ വെക്കാൻ നോക്കുമ്പോൾ നല്ലോണം ഹെവി ആയ പോലെ തോന്നുന്നുണ്ടായിനു. അങ്ങനെ ഇത് എൻ്റെ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. പരമാവധി ഇതായാലും കൊണ്ടിട്ടുണ്ട്. ഇനി വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ടെന്ന് ബാക്കിയെല്ലാം വെക്കുന്നുള്ളൂ. എൻ്റെ ഏട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഉച്ച സമയത്താണ് വന്നവർ ചോറ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. റിയ ഇത് അംഗനവാടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. റിയ നമ്മളിപ്പോൾ ഇത് അംഗനവാടിയിൽ നിന്ന് എത്തിയിട്ടേ ഉള്ളൂ. പാപ്പയത് കൂട്ടിയിട്ട് വന്നേ. ഇതെനിക്ക് കൊണ്ടുപോകാൻ വാങ്ങിയ കുക്കറിൽ നോക്കുമ്പോൾ ഞാൻ 3 ലിറ്ററിൻ്റെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇത് 5 ലിറ്ററാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. അതിപ്പോൾ ഇനി തിരിച്ച് കൊടുത്തിട്ട് 3 വാങ്ങണം. മാമൻ്റെ ഫോൺ വടക്കായി. ഞാൻ ഇത് റേക്ക് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതിനൊരു ബാഗ് പോകുമ്പോൾ ഇട്ടെടുക്കാൻ വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. ഇന്നലെ ഒന്ന് വാങ്ങിയിട്ട് നല്ല വലുത് എന്നിട്ട് തിരിച്ച് കൊടുത്തിട്ട് ഇത് ഇപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട്. ഇത് ഓക്കെ മീഡിയം സൈസാണ്. ഇതിങ്ങനെ എന്തൊക്കെ സാധനമെല്ലാം ഇട്ടാൽ നേർക്ക് നിൽക്കും തോന്നുന്നു. അറിയാമെന്ന് ഇട്ടാട്ടെ അതിലെന്തെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നേർക്ക് നിൽക്കുമായിരിക്കും. അല്ലാണ്ട് ഇത് ഇങ്ങനത്തെ നിങ്ങൾ കാണുന്ന രീതിയിലാണ് നിന്നിട്ടുള്ളത്. അവരിത് എന്തെല്ലാം കെട്ടും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അവർ പോയാൽ ഇതെല്ലാം കാണിക്കാം. ഇത് അവർ കൊണ്ടുവന്നതിൽ ഇതാ കേക്ക് ഉണ്ട്, പിന്നെ കോയലപ്പ് ഉണ്ട്, ഇതല്ലോ അതുപോലെ തന്നെ കാജയും ചിപ്സും, പിന്നെ ഇത് അടയ സെമ്മൂസ എന്തോ അങ്ങനത്തെ എന്തോ ആണ്. ഇത് ശോഭിച്ച് കണ്ടതല്ലേ. എന്തോ ചോക്ലേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ റിയ ഇങ്ങനെ കരയും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. ഏതാ ചോക്ലേറ്റ് എന്നാ നോക്കുന്നത്. അതെന്താളേ ചോക്ലേറ്റ് അത് തന്നെയാണ്. ഇതാണ് ഇവര് ഇപ്പൊ കൊണ്ടുവന്നത്. കാജയുണ്ട്, കൊയലപ്പുണ്ട്, പിന്നെ സമൂസയാന്ന് തോന്നുന്നു. കുഞ്ഞ് സമൂസ എന്ന് പറയാം. എരിവാണിത്, ഇതിൽ എരിവാണ്. പിന്നെ കേക്ക് ഉണ്ട് ചുട്ടത്, പിന്നെ ചിപ്സും ഉണ്ട്. അടുത്തതായിട്ട് ഈ പെട്ടി ഇങ്ങനെ കെട്ടണം. ഇതിൽ ഫുൾ ഫുഡ് ഐറ്റംസ് എല്ലാം വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കെട്ടാനാണ് പോകുന്നത്. ഇപ്പം ഇതെല്ലാം ചെക്ക് ചെയ്ത് വെയിറ്റെല്ലാം നോക്കി. ഇതെല്ലാം കുറച്ച് ഫുഡ് ഐറ്റംസ് സ്നാക്കും കാര്യങ്ങളൊന്നും, കോലപ്പവും അങ്ങനത്തെ എല്ലാം. അതന്നെ ഇപ്പോൾ ഒരു 8 കിലോളായി. ഇനി ഇത് കുക്കറും 10ൻ്റെ തവയും ഉണ്ട്. ഇനി അതും കൂടി ഒന്ന് വെയിറ്റ് ചെക്ക് ചെയ്യണം. രണ്ടും കൂടി വെച്ചിട്ട്. ഇനി ഇതെല്ലാം കുറച്ച് സ്പൈസസ് പൊടികളാണ്. അത് വെച്ചിട്ടില്ലേ പുതിനൻ്റെ? അത് വെച്ചിട്ടല്ലോ വണ്ടിയിലല്ലോ. ഓരോന്നായിട്ട് ഇതാ വെയിറ്റെല്ലാം ചെക്ക് ചെയ്യുന്നത്. കൊണ്ടുപോകുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം ഇത്. ഇതൊന്നും ഇപ്പോൾ വെയിറ്റ് ചെയ്ത് 8 കിലോളായി. ഇനി ബാക്കിയെല്ലാം നോക്കണോ. കുറച്ച് പൊടികളെല്ലാം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ ഉപ്പ ഷോപ്പിൽ നിന്ന് ഇവിടുന്ന് കൊണ്ടുവന്നേ ബാംഗ്ലൂരിൽ നിന്ന്. ഞാൻ അതിൻ്റെ എല്ലാം വെയിറ്റ് ഇപ്പോൾ നോക്കുന്നുണ്ട്. റിയ ഇപ്പോൾ കുറേ സമയം തന്നെ നോക്കി. മോളിപ്പോൾ 2-3 പ്രാവശ്യം നോക്കി. എത്രയുണ്ട് റിയ? വെയിറ്റ് എത്രയുണ്ട്? മോള് വെച്ചാൽ കയറുന്തോറും മാറുന്നതാണ്. റിയത പെട്ടിനുള്ളിൽ കയറി കൂടിയിട്ടുണ്ട്. നോക്കട്ടെ തുറന്നാ.
കാർഡ്ബോർഡിൽ ഇതാ പാക്ക് ചെയ്യാനൊക്കെ തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് ഇതാ 10 ഓടാ വെക്കുന്നത്. അതിന് ഫുൾ ചുറ്റും ഡ്രസ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഒഴിഞ്ഞു കുക്കറിന്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ചോടെ? അല്ല വേറെ എന്തെങ്കിലും വെച്ചോടെ? തൽക്കാലം വെച്ച് നോക്കുന്നയാ. കവറ് കഴിച്ചു തരാം. ആ അതെല്ലാം കുക്കറിൽ ഇട്ടോ തോന്നുന്നു. സ്പൈസസ് എല്ലാം ഇതേ കുക്കറിലൊക്കെ ഇടുന്നുണ്ട്. അതാകുമ്പോൾ ഫുള്ള് ഇതിൽ തന്നെ ഓക്കെ ആവും. ഡ്രസ്സാ ഇപ്പോൾ കുറേ ഇതായിട്ടുള്ള സെലോട്ടാ പേടിയുള്ള മുളക് പൊടിയെല്ലാം ഇതാക്കണ്ടേ? വേണ്ട വേണ്ട കുപ്പി അത് പൊതിഞ്ഞോ? ഒടിഞ്ഞു പിന്നെ പൊടിഞ്ഞു പോകും. നെയ്യപ്പം വെച്ചിട്ടുണ്ട്, കേക്ക് വെച്ച്, പിന്നെ ചിപ്സ് വെക്കുന്നുണ്ട്, കോഴിയിടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആ ചിപ്സ് കോയലപ്പോ ഇതെന്തോ അവിൽ മിക്സർ എന്നാ പറഞ്ഞത്. ചട്ടിയിൽ തുണിയിൽ ഇങ്ങനെ കവർ ചെയ്തിട്ടാ വെക്കുന്നത്. ചെറിയ തുണി കിട്ടണം. തേനുണ്ടി ലൊട്ടയെല്ലാം വെച്ചിട്ടുണ്ട്. നാരങ്ങ മിഠായി, തേനുണ്ട, ലൊട്ട അതുമെല്ലാം വെച്ചിട്ടുണ്ട്. കുറേ എല്ലാം ഇങ്ങനെ ഡബയിൽ തന്നെ വെച്ചിട്ടുള്ളൂ. കേക്കെല്ലാം വെയിറ്റ് ചെക്ക് ചെയ്യുന്നേ. 20 19 25 എന്ന് പറയുമ്പോ രാത്രിയുടെ ഫുഡിന് കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. നെയ്ച്ചോറും പൊറോട്ടയും ആക്കിയത്. പിന്നെ ഇവിടെ കറിയായിട്ട് ബീഫും ചിക്കനും ആക്കി. ചിക്കൻ ഫ്രൈയും ആക്കി. കല്ലുമ്മക്കായ ഇതവിടെ പൊരിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഇതാ ബീഫ് ഡ്രൈ ഫ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. കല്ലുമ്മക്കായ നല്ല വണ്ണമുള്ളതിന് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി കല്ലുമ്മക്കായും ബീഫല്ലേ എന്നിട്ട് ഇതാ തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് പാക്ക് ചെയ്യൂ. അപ്പോൾ ഇത് ഇന്നത്തെ ഈ വീഡിയോ എത്തിയുള്ളൂ. നാളെ ഇതാ പോകുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം ഇതാ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ.